എവരിഡേ ബ്ലെസ്സിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാം. വി ക്യാൻ ഹിയർ ഗോഡ്സ് വോയിസ് ടുഡേ. ഇന്നത്തെ ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം 22:15 മുതൽ 17 വരെയുള്ള വചനങ്ങൾ. യഹോവയുടെ ദൂതൻ ആകാശത്തു നിന്ന് അബ്രഹാമിനെ രണ്ടാമതും വിളിച്ച് അവനോട് അരുളി ചെയ്തു, നീ ഈ കാര്യം ചെയ്തതുകൊണ്ട് നിന്റെ മകനെ, നിന്റെ ഏകജാതനായ പുത്രനെ തരുവാൻ മടിക്കാതിരുന്നതുകൊണ്ട് ഞാൻ എന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തിരിക്കുന്നു. ഞാൻ നിന്നെ സമൃദ്ധിയായി അനുഗ്രഹിക്കും. ഹല്ലേലൂയ. അനുസരിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം അബ്രഹാമിനോട് പറഞ്ഞ ഒരു കാര്യമാണ്. ആമേൻ, സ്തോത്രം. ഞാൻ നിന്നെ എന്നെ തന്നെ കൊണ്ട് സത്യം ചെയ്യുന്നു, നിന്നെ ഞാൻ അനുഗ്രഹിച്ചിരിക്കുന്നു, ഞാൻ നിന്നെ സമൃദ്ധിയായി അനുഗ്രഹിച്ചിരിക്കുന്നു. അനുസരണം യാഗത്തെക്കാൾ നല്ലതാകുന്നു. അനുസരിച്ചപ്പോൾ ദൈവം സമൃദ്ധിയായി അബ്രഹാമിനെ അനുഗ്രഹിച്ചു. സമൃദ്ധിയായി. ഹല്ലേലൂയ. 1. 2, നിന്റെ സന്തതി പരമ്പരകളെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ കടൽക്കരയിലെ മണൽത്തരി പോലെയും അധികം വർദ്ധിപ്പിക്കും. വർദ്ധനവിന്റെ ഒരു കാലഘട്ടം അബ്രഹാമിന് തുറന്നു കൊടുത്തു. വർദ്ധനവ്. 1, സമൃദ്ധിയായി അനുഗ്രഹിച്ചു. 2, തലമുറകളുടെ മേൽ ഒരു വർദ്ധനവ്. സ്തോത്രം. ജീവിതത്തിലും കുടുംബത്തിലും എല്ലാം ഒരു വർദ്ധനവ്. തീർന്നില്ല. സ്തോത്രം. നിന്റെ സന്തതി അവരുടെ ശത്രുക്കളുടെ നഗരങ്ങൾ കൈവശമാക്കും. ശത്രുക്കളുടെ ആ സ്ഥലങ്ങളെല്ലാം നീ കൈവശമാക്കും. നോക്കിയേ, അനുഗ്രഹങ്ങളുടെ ഒരു പരമ്പര. അനുസരിക്കുമ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹത്താൽ നിറയ്ക്കുന്ന ദൈവമാണ്. ഇന്ന് ഈ തിരുവചനം കേൾക്കുമ്പോൾ the source of blessings is obedience. ഹല്ലേലൂയ. നമ്മൾ അനുസരിച്ചാൽ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ദൈവത്തിൽ നിന്ന് നമ്മളിലേക്ക് ഒഴുകാൻ തുടങ്ങും. ഹല്ലേലൂയ. ഇന്ന് ഈ ചിന്ത നിങ്ങളിലേക്ക് ഒന്ന് ചിന്തിക്കുവാൻ, ദൈവത്തെ അനുസരിക്കുവാൻ, ദൈവത്തെ സ്തോത്രം, ദൈവത്തിന്റെ കൽപ്പനകളെയും ദൈവത്തിന്റെ ഓരോ വാക്കുകളെയും അനുസരിക്കുവാൻ ഈ വചനങ്ങൾ ഇടയാകട്ടെ എന്ന് ഞാൻ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, പുത്രനായ യേശുവിൻ നാമത്തിൽ ഈ വചന കേൾവി ഒരു അനുഗ്രഹമായി മാറട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ നൈസ് ഡേ.